Good morning, students. ഹലോ, കേൾക്കാമോ? ഹലോ. Yes, sir. ഓക്കെ, നമുക്ക് ലാസ്റ്റ് മോഡ്യൂളിലെ ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ടോപ്പിക്കുകൾ ഓൾറെഡി പ്രീവിയസ് മോഡ്യൂൾ എടുത്ത സമയത്ത് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ റിജിഡ് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എ ഫിക്സഡ് ആക്സിസിന്റെ ഇക്വേഷൻസ് നമ്മൾ പ്രീവിയസ് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇക്വേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അതിന്റെ പ്രോബ്ലംസും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് അതിന്റെ ഇക്വേഷൻസ് വരുന്നത്. നമുക്ക് ലീനിയർ മോഷനും ആംഗുലാർ മോഷനും തമ്മിലുള്ള ഇക്വേഷൻസ് വരുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ ലീനിയർ മോഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതൊക്കെയാണ്? v is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. ഇതെല്ലാം ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്, അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗുലാർ മോഷനകത്ത് വരുന്നത് ഒമേഗ is equal to omega 0 into alpha t, where ഒമേഗ എന്ന് പറയുന്ന ആംഗുലാർ വെലോസിറ്റി, ഫൈനൽ ആംഗുലാർ വെലോസിറ്റി, ഒമേഗ 0 എന്ന് പറയുന്ന ഇനിഷ്യൽ ആംഗുലാർ വെലോസിറ്റി, ആൽഫ എന്ന് പറയുന്നത് ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് v is equal to u plus at ക്ക് സിമിലർ ആയിട്ട് ഇതിൽ വരുന്ന എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏതാണ്? v is equal to u plus at ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ is equal to omega 0 plus ആൽഫ t ആണ് വരുന്നത്. ആംഗുലർ ആയിട്ടുള്ള ടേംസ് വരുന്നുള്ളതേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് രീതിയിൽ തീറ്റ ഇസ് ഇക്വൽ ടു എസിന് പകരം എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. തീറ്റ ഇസ് ഇക്വൽ ടു യുവിന് പകരം ഒമേഗ 0 ഇൻറ്റു ടി ടൈം ടി തന്നെയാണ്. എക്ക് പകരം ആക്സലറേഷന് പകരം ആംഗുലർ ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രീവിയസ് മോഡ്യൂളിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ആംഗുലർ മോഷന്റെ കേസ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് v square is equal to u square plus 2as, v is equal to ds by dt, omega is equal to d theta by dt, അതിനകത്ത് ആക്സലറേഷൻ is equal to dv by dt ആണെന്നുണ്ടെങ്കിൽ ആൽഫ is equal to ആംഗുലർ ആക്സലറേഷൻ is equal to d omega by dt. ഓക്കെ, അപ്പൊ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? അറിയാമോ? ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെ. അറിയാമോടെ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളല്ലേ? അറിയാവുന്നതാണോ? അറിയാവുന്നതാണ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തേക്കുക. നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് നേരത്തെ മോഡ്യൂളിനകത്ത്. അപ്പോൾ ഇല്ലാത്തവര് അത് നോട്ട് ചെയ്തേക്കുക. അപ്പൊ ഈ ഒരു സെക്ഷനിലും ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. റൊട്ടേഷണൽ മോഷന്റെ കേസിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് അറിയാമല്ലോ. ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ലീനിയർ വെലോസിറ്റി ആണ്, വി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആംഗുലർ മോഷനകത്ത് ഒമേഗയാണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ? അറിയാമോ? അറിയാമോടെ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി ആൻഡ് ഒമേഗ? റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി and angular velocity. ലീനിയർ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന v ആണ്, ആംഗുലർ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒമേഗ ആണ്. ഓക്കെ, അപ്പോൾ v എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് ഈസ് v? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ds by dt, where s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, t എന്ന് പറയുന്നത് ടൈം. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് വാട്ട് ഈസ് എസ്? എസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? എസിന് നമുക്ക് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? എസ് ഇൻ ടേംസ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്.
വരികയാണെങ്കിൽ this is the curve. Then ഇങ്ങനെ ഒരു കർവ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. എ ഒ ബി എന്ന് പറയുന്ന ഒരു കർവാണ്, ആർക്കാണ്. അപ്പൊ അതിനകത്ത് if the body is rotating with an angular velocity omega and the linear velocity at a particular point is v, ഇവിടുത്തെ linear velocity v, ഇവിടുത്തെ linear velocity എന്താണ് v. അപ്പോൾ v വെലോസിറ്റിയിലാണ് ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. that is subtending an angle theta with the, ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, തീറ്റയാണ് എന്നുണ്ടെങ്കിൽ what is the relationship between this linear velocity v and the angular velocity omega, അതാണ് നമ്മൾ നോക്കുന്നത്. അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, എസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്, അതെന്ന് പറയുന്നത് എ ടു ബി ആണ് ഡിസ്പ്ലേസ്മെന്റ്, എസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ ടേംസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പൊ എ ടു ബി ആണ് ഡിസ്പ്ലേസ്മെന്റ് വന്നേക്കുന്നത്. അതിന്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. ലീനിയർ വെലോസിറ്റി ഇസ് വി, എ ടു ബി ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ഇസ് ദ ആംഗുലർ വെലോസിറ്റി, തീറ്റ ഇസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെ വരികയാണെങ്കിൽ what is the relationship between v and omega ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. we are going to find out the relationship between linear velocity and angular velocity. okay, അപ്പോൾ v is equal to ds by dt ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. where s is the displacement and t is the time. change in displacement by change in time ആണ് നമുക്ക് എന്ത് linear velocity എന്നുള്ളത് എല്ലാവർക്കും അറിയാം. okay, we also know that what is the relationship between s and theta. what is the relationship between s and theta? s നെയും തീറ്റയും നമുക്ക് തീറ്റയാണ്, ഇത് തീറ്റയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് r ആണ് എന്നുണ്ടെങ്കിൽ റേഡിയസ് എ ഒ എന്ന് പറയുന്നത് എ ഒ ഈസ് ഈക്വൽ ടു റേഡിയസ് ഈസ് ഈക്വൽ ടു r ആണെന്നുണ്ടെങ്കിൽ what is the relationship between s and theta? we know that s is equal to r theta, s is equal to r theta. so substituting this in above equation, ഈ equation നമ്മൾ substitute ചെയ്തു കഴിഞ്ഞാൽ what will be v? v is equal to d by dt of r theta. okay, that is equal to r into d theta by dt. what is d theta by dt? implies v is equal to r into d theta by dt എന്ന് പറയുന്നത് omega. this is the relationship between v and omega. linear velocity and angular velocity തമ്മിലുള്ള റിലേഷൻ ആണ് v is equal to r omega. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോടെ? ഓക്കെ, അപ്പോൾ ആദ്യമേ v is equal to എന്താണ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് ബോഡി ആണ് ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് s is equal to r theta എന്ന് പറയുന്നത്. this is equation number 1, this is equation number 2. substituting substituting 2 in 1, equation number 2 in 1, we will get v is equal to d by dt of r theta, that is equal to r into d theta by dt, that is v is equal to r omega. This is the important equation, that is velocity, linear velocity and angular velocity. okay, note ചെയ്തോ? ഇത് നോട്ട് ചെയ്തേ? ഒരു മിനിറ്റ്.
കഴിഞ്ഞോ? ഇതാ പറയട്ടോ. യെസ് സർ. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞാനിരിക്കണം. അടുത്ത ഇതിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് relation between linear acceleration and angular acceleration. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. ഇതൊന്നും റിലേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോട്ട് ചെയ്യരുത്. അപ്പൊ ഇതെങ്ങനെ വരും എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി ലീനിയർ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റി നമ്മൾ പറഞ്ഞു. ഇനി ലീനിയർ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും നമ്മൾ റിലേഷനാണ് നോക്കാൻ പോകുന്നത്. വി ഓൾറെഡി നോ ദാറ്റ് acceleration is equal to എന്താണ്? ലീനിയർ ആക്സിലറേഷൻ is equal to എന്താണ്? rate of change of velocity അല്ലേ? rate of change of linear velocity ആണ് linear acceleration എന്ന് പറയുന്നത്. അപ്പോൾ that is a is equal to linear acceleration നമ്മൾ a എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ a ആണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്നതിനോട്ട് ആൽഫ ആണ് എന്നുണ്ടെങ്കിൽ a is equal to എന്നത് ഏതാണ്? a is equal to dv by dt, change in velocity by time. Okay, change in velocity by time ആണ് acceleration. That is equal to d by dt of v is equal to എന്താണ്? v is equal to what is the relationship between linear velocity and angular velocity? We already found that. We know that തൊട്ട് മുന്നത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. v is equal to എന്താണ്? r omega. Substituting v is equal to r omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So what is a? എന്ന് പറയുന്നത് എന്ത് വരും? a is equal to d by dt of r omega, that is equal to r into d omega by dt, that is equal to r into change in angular velocity by change in angular velocity by time ആണ് എന്ത്? alpha. So r into alpha. So a is equal to r alpha is the equation, relationship between linear acceleration and angular acceleration. ഈ ഇക്വേഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് പഠിക്കാം. ഞാനൊന്നുകൂടി കാണിക്കാം. വിസിബിൾ ആണോ അത്? എന്റെ ക്ലിയർലി വിസിബിൾ അല്ലേ? ഓക്കെ, രണ്ട് ഡെറിവേഷനും നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി. രണ്ടാമത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. ഫുൾ സ്ക്രീനിൽ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൂം ചെയ്ത് നോക്കാം.
ഓക്കെ, നോട്ട് ചെയ്തോ? അടുത്തിലേക്ക് പോവാം. കഴിഞ്ഞോ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞല്ലോ? ആരെങ്കിലും എഴുതി തീരാത്തുണ്ടോ? ഓക്കെ. ഇതാണ് നമ്മൾ റിലേഷൻസ് വരുന്ന ജനറൽ റിലേഷൻസ് വരുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി യു എന്നാണ് കൊടുക്കാറുള്ളത്. ഫൈനൽ ആംഗുലർ ടേമിലാണെന്നുണ്ടെങ്കിൽ ഒമേഗ സീറോ ആണ് കൊടുക്കാറുള്ളത്. ഫൈനൽ വെലോസിറ്റി വി കൊടുക്കും. ആംഗുലർ മോഷനിലാണെന്നുണ്ടെങ്കിൽ ഒമേഗ കൊടുക്കും. കോൺസ്റ്റന്റ് ആക്സലറേഷൻ എ കൊടുക്കും. ആംഗുലറിലാണെന്നുണ്ടെങ്കിൽ ആൽഫ കൊടുക്കും. ഓക്കെ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ എസ് ആണ് നമ്മൾ പറയാറുള്ളത്. ആംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയും. ദെൻ ഫൈനൽ വെലോസിറ്റി v is equal to u plus at. Okay, v is equal to u plus at എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ ഇൻ ലീനിയർ മോഷൻ. ആംഗുലർ മോഷനിലാണെങ്കിൽ ഒമേഗ is equal to ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽ ആണെങ്കിൽ s is equal to ut plus half at സ്ക്വയർ ആണ്. ആംഗുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ തീറ്റ is equal to ഒമേഗ സീറോ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ദെൻ ഫൈനൽ വെലോസിറ്റിയുടെ കേസിൽ v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as എന്നാണ്. ഒമേഗ സ്ക്വയർ is equal to ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ എന്നുള്ള രീതിയിലാണ് ആംഗുലർ മോഷനകത്ത് വരുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ഫൈനൽ ആംഗുലർ വെലോസിറ്റി, ഒമേഗ സീറോ എന്ന് പറയുന്നത് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി, ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷൻ, തീറ്റ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതെല്ലാം റിലേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രോബ്ലം നമുക്ക് എഴുതി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് നോട്ട് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എഴുതുക. The armature of an electric motor has an angular speed of 1800 rpm. നോട്ട് ചെയ്ത് പോണേ, കൂടെ തന്നെ എഴുതി പോവുക. rpm at the instant when the power is cut off. If it comes to rest in 6 seconds, calculate the angular acceleration, angular acceleration, angular deceleration, deceleration assuming it to be constant. How many revolutions does the armature make?
സ്പീഡ്. നോട്ട് ചെയ്തല്ലോ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തല്ലോ. ചെയ്തിട്ടോ പ്രോബ്ലം? യെസ് സർ. ഇപ്പൊ എന്താ തന്നേക്കുന്നത്? വി ആർ ഹാവിംഗ് an electric motor. The armature of the electric motor has the angular speed of 1800 rpm. Okay. Rotations per minute ആണ് തന്നിരിക്കുന്നത്. rpm means what? Rotations per minute. Speed. Okay. Speed ആണ് rpm. Then at the instant when the power is cut off, നമ്മൾ പവർ കട്ട് ഓഫ് ചെയ്യുന്ന സമയത്താണ് 1800 rpm വന്നേക്കുന്നത്. അപ്പൊ ഇത് എത്ര മിനിറ്റ് കൊണ്ട് റെസ്റ്റിൽ വന്നേക്കുന്നത്? അതായത് പവർ കട്ട് ഓഫ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇത് മോട്ടോർ കംസ് ടു റെസ്റ്റ് അല്ലേ? അപ്പൊ മോട്ടോർ കംസ് ടു റെസ്റ്റ് ഇൻ 6 seconds, 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് റെസ്റ്റിലേക്ക് വന്നു. കാൽക്കുലേറ്റ് ദ ആംഗുലർ ആക്സലറേഷൻ അസ്യൂമിംഗ് ഇറ്റ് ടു ബി കോൺസ്റ്റന്റ്. ആംഗുലർ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കുക. എത്ര റെവല്യൂഷൻസ് എടുക്കും ഇത് റൊട്ടേറ്റ് ചെയ്യാൻ? അതായത് എത്ര റെവല്യൂഷൻസ് ആണ് ആർമേച്ചർ മേക്ക് ഡ്യൂറിങ് ദിസ് പീരിയഡ്, എത്ര റെവല്യൂഷൻസ് ആണ് ആർമേച്ചറിനകത്ത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എന്നുള്ളതും കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വി ആർ ഗിവൺ വിത്ത് RPM. RPM തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ആംഗുലർ വെലോസിറ്റി ഇഫ് RPM is given? V1 അറിയാമോ? RPM തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ആംഗുലർ വെലോസിറ്റി? V1 R ഒമേഗ. R ഒമേഗയാണ്. RPM ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ V is equal to ആണ് ലീനിയർ വെലോസിറ്റി ആണ്, V is equal to ആണ് R ഒമേഗ. ഓക്കെ, ഇവിടെ തന്നേക്കുന്നത് നമുക്ക് എന്താണ്? സ്പീഡാണ് തന്നേക്കുന്നത്. ഓക്കെ, ഞാൻ ഗിവൺ ടേംസ് എഴുതുന്നു, ഗിവൺ വാല്യൂസ് എഴുതാം. ഗിവൺ സ്പീഡ്, ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കുന്നത് ഗിവൺ ആംഗുലർ സ്പീഡ് n ആണ് തന്നിരിക്കുന്നത്. ആംഗുലർ സ്പീഡ് n is equal to 1800 rpm. And omega and n തമ്മിലുള്ള റിലേഷൻ, what is the relationship between omega and n? Omega is equal to, omega എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ആംഗുലർ സ്പീഡ് എന്നുള്ളത് RPM-ലാണ് തന്നേക്കുന്നത്. ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് RPM-ലാണ് തന്നേക്കുന്നത്. സ്പീഡാണ് യഥാർത്ഥത്തിൽ അത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആണ് തന്നേക്കുന്നത്. ഓക്കെ, ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവേണ്ട, സ്പീഡ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള രീതിയിൽ എഴുതിയാലും മതി. കാരണം RPM തന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാണ് തന്നേക്കുന്നത്. സ്പീഡ് ഓഫ് റൊട്ടേഷൻ 1800 rpm. അതിൽ നമുക്ക് ആംഗുലർ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒമേഗ. ആംഗുലർ വെലോസിറ്റി ഒമേഗ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അറിയാമോ? What is the relationship between omega and n? Omega is equal to 2 pi n by 60. Equation അറിയാമോ? Equation അറിയാമോടെ? ഇല്ല സർ. ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. അതായത് നമുക്ക് ഇത് എങ്ങനെ വന്നു, ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിട്ടെങ്കിൽ ശ്രദ്ധിക്കുക, എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. അതായത് b is equal to omega is equal to 2 pi n by 60. നമുക്ക് തന്നേക്കുന്നത് RPM ആണ്. അതായത് ഇങ്ങനെ ഒരു റൊട്ടേഷൻ, ഒരു റൊട്ടേഷൻ കഴിഞ്ഞു, ഇങ്ങനെ ഒരു റൊട്ടേഷൻ, അടുത്ത റൊട്ടേഷൻ കഴിഞ്ഞു, ഇങ്ങനെ ഒരു റൊട്ടേഷൻ, അടുത്ത റൊട്ടേഷൻ കഴിഞ്ഞു. ഇത് സെന്റർ ആണ്. സെന്റർ O എന്ന് പറയുന്ന പോയിന്റിൽ ഇതിങ്ങനെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കാം. ഇങ്ങനെ റൊട്ടേഷൻസ്. അപ്പോൾ ഇങ്ങനെ എത്ര റൊട്ടേഷൻസ് ഉണ്ട്? 1800 റൊട്ടേഷൻസ് ഉണ്ട്. ഓക്കെ, 1800 റൊട്ടേഷൻസ് ഒരു മിനിറ്റിൽ സംഭവിക്കുന്നു. അപ്പൊ അതിന്റെ ആംഗുലർ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു റൊട്ടേഷൻ. അവിടെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കറങ്ങി ഒരു റൊട്ടേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ 1 റൊട്ടേഷൻസ് മീൻസ് വാട്ട്? 180 ഡിഗ്രി റൊട്ടേഷൻ കഴിഞ്ഞു അല്ലേ? 180 ഡിഗ്രി ആണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 റൊട്ടേഷൻസ് മീൻസ് 180 ഡിഗ്രി ഇൻ ആംഗിൾ. ആംഗിൾ 180 ഡിഗ്രി ആണ്. റേഡിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാണ്? റേഡിയൻസ് നമുക്ക് എങ്ങനെ പറയാം? 2 പൈ എന്ന് പറയാം അല്ലേ? ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൻസിൽ 2 പൈ ആണ്. ഞാൻ പറഞ്ഞുതരാം.
നമുക്ക് ഇതാണ് സെൻറ്റർ പോയിന്റ്. ആ ഒരു സെൻറ്റർ പോയിന്റിൽ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. അവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നു, വീണ്ടും തിരിച്ച് ഇവിടെ വന്നു. അപ്പോൾ 1 റൊട്ടേഷൻ കഴിഞ്ഞു അല്ലേ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര ഇതിലാണ് തിരിഞ്ഞെന്ന് പറയുന്നത്? 180 ഡിഗ്രി കറങ്ങി എന്ന് പറയാം, അല്ലെങ്കിൽ റേഡിയൻസ് പറയുകയാണെങ്കിൽ 2π തിരിഞ്ഞു എന്ന് പറയാം. അപ്പൊ ഈ 2π റൊട്ടേഷൻ ആണ് നമുക്ക് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് 2π ആണ് അല്ലേ. ഒരു റൊട്ടേഷൻ സോറി 180 അല്ല 360 മാറിപ്പോയതാണ്. ഞാൻ ഈ റേഡിയൻസ് പറയാനുള്ള ഒരു ആംഗിളിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ചെയ്തതാണ്. 180 അല്ല 360 കറക്റ്റ് ആണ്. ഓക്കെ, 360 അതായത് 2π. പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ആണ്, 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ആണ്. ഓക്കെ, അപ്പോൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അതായത് 2π നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഒരു റെവല്യൂഷൻ, 1 റെവല്യൂഷൻ, ഞാൻ ഈ ഒമേഗ = 2π/60 എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഒരു റെവല്യൂഷൻ 2π റേഡിയൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1800 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻസ് ആണ് അല്ലെ. ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻസ് ആണ്. 1800 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം? 1800 into 2π. 1800 into 2π. അത് പോട്ടെ. n റെവല്യൂഷൻ എന്ന് പറയുകയാണെങ്കിലോ? n റെവല്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലോ? 2π n into 2π. n into 2π. 2π n ആയില്ലേ? ഇപ്പൊ ഇക്വേഷൻ അങ്ങനെ ആയില്ലേ? 2π into n. n റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 2π into n. ഓക്കെ, ഇനി നമുക്ക് n റെവല്യൂഷൻസ് പെർ എത്ര? 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത് പെർ മിനിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതിനെ സെക്കൻഡിലേക്ക് ആക്കണം. നമുക്കിപ്പോൾ ഇതിപ്പോൾ റേഡിയൻസ് മാത്രമേ വന്നിട്ടുള്ളൂ, റേഡിയൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ n റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ n എന്ന് പറയുന്ന റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണെങ്കിൽ അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? /60 കൊടുക്കണം. അതാണ് ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ വന്നത്. 2π n/60, അതായത് 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ആ മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് 60 കൊടുത്തത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതിലായിരിക്കും? റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ഇതിനകത്തുള്ള യൂണിറ്റ്. നമ്മൾ റേഡിയൻസ് എന്ന് പറയുന്നത് 2π n ആയിരുന്നു റേഡിയൻസ്. ക്ലിയർ ആണല്ലോ? 2π n ആയിരുന്നു നമ്മുടെ റേഡിയൻസ്. അപ്പോൾ അതിനെ സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ /60 കൊടുത്തു കഴിഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡ് ആയി. അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അതാണ് നമ്മൾ 2π n/60 എന്നുള്ള ഇക്വേഷൻ വരാൻ കാരണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തേക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ പരിഹാരത്ത് പഠിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഒമേഗ = എന്താണ്? 2π n/60. അപ്പോൾ നമുക്ക് ആംഗുലർ വെലോസിറ്റി, റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ഒമേഗ = 2π ഇൻറ്റു എത്ര റെവല്യൂഷൻസ് ഉണ്ട് ഇവിടെ? 1800 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. ആ മിനിറ്റ് RPS എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പെർ മിനിറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ /60 കൊടുക്കണം. കാരണം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പോൾ RPS എന്ന് പറയുമ്പോൾ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡിൽ കിട്ടും. ദാറ്റ് ഈസ് 2π into 1800 /60. എത്ര വരും ഇത്? വാട്ട് ഈസ് ഒമേഗ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒമേഗ. എത്ര വന്നു ഒമേഗ? π 3.14. π 3.14 എടുത്താൽ മതി, അല്ലെങ്കിൽ 22/7 എടുത്താലും മതി. പൈയുടെ വാല്യൂ = 22/7 or 3.14. പൈ = 22/7 or 3.14. നമുക്കിത് 22/7 എടുക്കാം. 2 into 22/7 into 1800 /60. ഏത് ക്യാൻസൽ ചെയ്ത് പോകും? 60 ഇത് 0 ഇത് 30. ഓക്കെ ആണല്ലോ? 30 അല്ലേ? Then 2 into 22 44. 44 into 30 132 അല്ലേ? അത് /7 കൊടുക്കുക. എത്ര വന്നു വാല്യൂ? 44 into 30. 44 into 30 എന്ന് പറയുമ്പോൾ എത്ര വരും? 132 അല്ലേ? 132 പിന്നെ 0 into 30 1320 /7. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി.
എത്ര വന്നു കഴിഞ്ഞു? Sir, 188.4. 180 188.4. 189.4. 188. Sir, 800. 188, sir. 188.4. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ് അല്ലേ? അതാണല്ലോ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നത്. അതാണ് ദിസ് ഈസ് അവർ ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് വേണമെന്ന് ഒമേഗ ഉണ്ടെന്ന് കൊടുക്കാം. അപ്പോൾ ദ ആർമേച്ചർ ഓഫ് എൻ ഇലക്ട്രിക് മോട്ടോർ ഹാസ് ആൻ ആംഗുലർ സ്പീഡ് ഓഫ് 1800 RPM. അപ്പോൾ RPM തന്നിരിക്കുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആംഗുലർ വെലോസിറ്റി. RPM കിട്ടി കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിച്ചു, ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിച്ചു. When the power is cut off, it comes to rest in 6 seconds. അപ്പോൾ റെസ്റ്റിലേക്ക് വരുന്നത് കൊണ്ട് ഫൈനൽ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട് ഒമേഗ 2 = 0. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? അത് സ്റ്റോപ്പ് ചെയ്യുന്നു ഫൈനൽ ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യാം? ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി 188.4 ഉണ്ട്, ഫൈനൽ ആംഗുലർ വെലോസിറ്റി 0 റേഡിയൻസ് പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ആംഗുലർ ഡീസലറേഷൻ അസ്യൂമിങ് ഇറ്റ് ടു ബി കോൺസ്റ്റന്റ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ആംഗുലർ ഡീസലറേഷൻ. ദാറ്റ് ഈസ് ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. ആംഗുലർ ഡീസലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആൽഫയാണ് വരുന്നത്. ആൽഫ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ്? ഡീസലറേഷൻ ആയതുകൊണ്ട് മൈനസ് ആൽഫ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കറിയാം, ഇക്വേഷൻ അറിയാം, ഒമേഗ ഇസ് ഇക്വൽ ടു ഒമേഗ 2 is equal to omega 1 plus alpha t. V is equal to u plus at ക്ക് സിനോണിമസ് ആയിട്ട്, സോറി at ആണ്. V is equal to u plus at ക്ക് സിമിലർ ആയിട്ട് വരുന്ന ഇക്വേഷൻ ഏതാണ്? V is equal to u plus at, ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഒമേഗ is equal to omega 0 plus alpha t. ആ ഇക്വേഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ വന്നു? ദിസ് ഈസ് ഫൈനൽ വെലോസിറ്റി, ദിസ് ഈസ് ഫൈനൽ ആംഗുലർ വെലോസിറ്റി, ദിസ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി, ദിസ് ഈസ് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി, ദെൻ ദിസ് ഈസ് ആക്സലറേഷൻ, ദിസ് ഈസ് ആംഗുലർ ആക്സലറേഷൻ. അപ്പോൾ അതിന് സിനോണിമസ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. അതാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ ഒമേഗ 1 എന്നാണ് എടുത്തത്, ഫൈനൽ വെലോസിറ്റി ഒമേഗ 2 എന്നാണ് എടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നത്. ഓക്കെ ആണല്ലോ? omega 2 is equal to omega 1 plus alpha t. ഇതിന് ആൽഫ കണ്ടുപിടിച്ചേ. What is alpha? Alpha is equal to omega 2 minus omega 1 divided by t. That is equal to എത്രയാണ്? 0 minus 188.4 divided by t. t എത്രയാണ്? ടൈം എത്ര സെക്കൻഡ് ആണ്? 6 seconds. So what is the value of alpha? And calculate the angular deceleration എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ആൽഫ കണ്ടുപിടിക്കും. ആംഗുലർ ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ആംഗുലർ ആക്സിലറേഷൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 6 seconds. അതായത് നമ്മൾ ആദ്യമേ മോട്ടോർ എന്ത് ചെയ്യുന്നു? മോട്ടോർ റണ്ണിങ് ആയിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന സ്പീഡ് എന്ന് പറയുന്നത് 1800 ആണ്. അപ്പോൾ ഇനിഷ്യൽ RPM ആണ് ഒമേഗ 1 ആണ് നമുക്ക് 2πn/60 വെച്ചിട്ട് കിട്ടുന്നത്. ഇനിഷ്യൽ RPM ആണ് തന്നേക്കുന്നത്. ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ആണ് തന്നേക്കുന്നത്. അത് RPM-ലാണ് തന്നേക്കുന്നതേ ഉള്ളൂ, ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പവർ കട്ട് ഓഫ് ചെയ്തപ്പോൾ റെസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞാൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി 0. ഫൈനൽ ആംഗുലർ വെലോസിറ്റി ആണ് 0 റേഡിയൻസ് പെർ സെക്കൻഡ്. അതായത് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 188.4 റേഡിയൻസ് പെർ സെക്കൻഡ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അത് റെസ്റ്റിൽ വന്നത് കാരണം ഫൈനൽ ആംഗുലർ വെലോസിറ്റി 0 റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഈ ഒരു ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി വരത്തില്ല, അത് കാരണം ഉണ്ടാവുന്ന ആംഗുലർ ഡീസലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ആംഗുലർ ഡീസലറേഷന്റെ ഇക്വേഷൻ ഒന്നുകിൽ നമ്മൾ ഈ ഈസിക്വൽ ടു നമ്മളെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്ന് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് ആംഗുലർ ഡീസലറേഷൻ ഈസിക്വൽ ടു അല്ലെങ്കിൽ ആംഗുലർ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡി ഒമേഗ ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഇനിഷ്യൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ടി. ഇവിടെ ഡീസലറേഷൻ ആയതുകൊണ്ട് നെഗറ്റീവേ വരുള്ളൂ. ആംഗുലർ ആക്സലറേഷൻ നെഗറ്റീവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡീസലറേഷൻ കാണിക്കുന്നതാണ്.
ഈ ഇക്വേഷൻ തന്നെയാണ് ഡി ഒമേഗ ബൈ ഡി ടി. ആൽഫ ഈസിക്കൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1 ബൈ ടി എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത ആൽഫ എത്ര വന്നു? ഇത് നെഗറ്റീവിലല്ലേ വരിക? നെഗറ്റീവ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത്? നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? റൺ ചെയ്തുകൊണ്ടിരുന്ന സാധനം സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അത് ഡീസലറേഷൻ ആണ്. ആക്സലറേറ്റ് ചെയ്ത് സ്പീഡ് കൂടുകയാണോ? അല്ല, സ്പീഡ് കുറഞ്ഞ് സംഭവം റെസ്റ്റിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഡീസലറേഷൻ ആണ് നടക്കുന്നത്. അതാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ആംഗുലർ ഡീസലറേഷൻ എന്ന് പറയാൻ കാരണം അതാണ്. ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡീസലറേഷൻ. കാരണം റൺ ചെയ്തുകൊണ്ടിരുന്ന സാധനം റെസ്റ്റിലേക്ക് വന്നു, അപ്പോൾ ഡീസലറേഷൻ ആണ് സംഭവിക്കുക. അപ്പൊ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമ്മുടെ ആക്സലറേഷൻ പറഞ്ഞിട്ടാണ് ആൽഫ പോസിറ്റീവ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വന്നത്. നമ്മൾ ഡീസലറേഷൻ വന്ന് നെഗറ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസലറേഷൻ നെഗറ്റീവ് കിട്ടിയാണ്, പോസിറ്റീവ് കിട്ടിയാണ്. ഇവിടെ നമ്മൾ ആക്സലറേഷൻ എടുത്തിരിക്കുന്ന ആൽഫ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഡീസലറേഷൻ വന്നിട്ട് ഒമേഗ 1 മൈനസ് ഒമേഗ 2 വന്നിട്ട് വന്നത് ഡീസലറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡീസലറേഷൻ വന്നിട്ട് എടുത്തിരുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ആക്സലറേഷൻ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ മീൻസ് വാട്ട്? നെഗറ്റീവ് acceleration means deceleration. ഓക്കെ, പറഞ്ഞത് നെഗറ്റീവ് എപ്പോഴെങ്കിലും ആക്സലറേഷൻ നെഗറ്റീവ് വരികയാണെങ്കിൽ അത് ഡീസലറേഷൻ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡീസലറേഷൻ ആണ്. അപ്പൊ ഇതൊന്ന് ഇത്ര വന്ന വാല്യൂ വാല്യൂ -31.4. Okay, acceleration is minus 31.4 meter, sorry, radians per second square. Minus one കാരണം that is deceleration. Minus sign represents deceleration. Okay, acceleration നമ്മൾ ആൽഫ പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. ആംഗുലർ ആക്സലറേഷൻ പറഞ്ഞാണ് ചെയ്യുന്നത്. ആംഗുലർ ആക്സലറേഷൻ നെഗറ്റീവ് മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ഡീസലറേഷൻ. Okay, so deceleration is minus 31.4 radians per second square. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യൻ? ഇനി ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഹൗ മെനി റെവല്യൂഷൻസ് ഡസ് ദ ആർമേച്ചർ മേക്ക് ഡ്യൂറിംഗ് ദ പീരിയഡ്? എത്ര റെവല്യൂഷൻസ് അത് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതങ്ങനെ കണ്ടുപിടിക്കാം. എത്ര റെവല്യൂഷൻസ് ആണ് ഈ സമയം കൊണ്ട് ഉണ്ടാക്കുന്നത്? അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ നമുക്ക് എന്താണ്? നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇത് മൊത്തത്തിൽ ടേൺ ചെയ്തു എന്നുള്ളത്. അപ്പോൾ തീറ്റ ഈസ് ഇക്വൽ ടു, സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാം. Theta is equal to നമുക്ക് S is equal to ut plus half at സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? ഒമേഗ S is equal to ut plus half at സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഇതിനകത്ത് നമുക്ക് തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതായത് നമ്മുടെ ഇക്വേഷൻ ഏത് ഇതിന്റെ സിനോണിമസ് ആയിട്ട് നമുക്ക് കൈനമാറ്റിക്സ് വരുന്ന ഇക്വേഷൻ ഏതാണ്? ലീനിയർ കൈനമാറ്റിക്സ് S is equal to ut plus half at സ്ക്വയർ. ഹാഫ് at ആണ്, ഹാഫ് at സ്ക്വയർ. അപ്പൊ എസിന് പകരം തീറ്റ, യുവിന് പകരം ഇനിഷ്യൽ വെലോസിറ്റിക്ക് പകരം ഒമേഗ 1 അല്ലെങ്കിൽ ഒമേഗ 0, എ എന്ന് പറയുന്നത് ഇവിടെ ആൽഫ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ ഇക്വേഷൻ ആണ്. ലീനിയർ മോഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ മോഷനുള്ള ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് തീറ്റ കണ്ടുപിടിച്ചൂടെ? തീറ്റ എന്ന് പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അത് നമുക്ക് റേഡിയൻസിൽ കിട്ടും. ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അത് നമുക്ക് റേഡിയൻസിൽ കിട്ടും. അത് എത്ര വന്നു കാൽക്കുലേറ്റ് ചെയ്ത്? That is theta. That is omega 1 into t. That is 188.4 into t. T എന്ന് പറയുന്നത് 6 seconds. Theta is equal to
theta is equal to 188.4 into 6 plus half into alpha എത്രയാണ് വന്നത്? ആൽഫ എത്രയാണ് വന്നത്? -31.4. ഓക്കെ, ഡീസലറേഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് -31.4 എന്ന് എഴുതാം. -31.4 -31.4 into t square. T square എന്ന് പറയുന്നത് 6 square. ഒന്ന് സോൾവ് ചെയ്തേ. ഒന്നുകൂടി എഴുതാം. അതായത് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഇക്വൽ ടു ω1t 188.4 into t 6 seconds plus half into ബ്രാക്കറ്റ് കൊടുക്കണേ. ആൽഫ എന്ന് പറയുന്നത് -31.4 ഡീസലറേഷൻ ആയതുകൊണ്ട് ഇൻറ്റു 6 സ്ക്വയർ. എത്ര വരും വാല്യൂ? സോൾവ് ചെയ്തേ. ഫസ്റ്റ് വാല്യൂ ഫസ്റ്റ് വാല്യൂ ഓഫ് തീറ്റ 565.2. എത്ര വന്നു? 565.2. പോയിന്റ് 22. പോയിന്റ് 60 ആണോ? 0.2. അങ്ങനെ പോയിന്റ് വരുന്നേ 565.02. ആ 565.02 റേഡിയൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, 565.77 റേഡിയൻസ് ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഈസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇത് നമുക്ക് റെവല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ ആദ്യം? What will be the revolution? Revolutions എത്രയായിരിക്കും? Revolutions എങ്ങനെയായിരിക്കും ഇവിടെ? How we can find out the revolution? I 65.02 റേഡിയൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ റെവല്യൂഷനിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാം? ഇനി ഐഡിയ ഇതിനെന്ത് ചെയ്താൽ മതി? Therefore, number of revolutions എങ്ങനെ കിട്ടും? അതൊക്കെ നിങ്ങൾ പറയാമോ? അതായത് നമുക്കിതിപ്പോ തീറ്റ എന്ന് പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. തീറ്റ എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ എല്ലാവരും? നമ്മളിപ്പോ ഇങ്ങനെ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് തീറ്റ അല്ലേ? ഇങ്ങനെ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതാണ് തീറ്റ അല്ലേ? അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തീറ്റ എന്ന് പറയുമ്പോൾ മോർ ദാൻ 360 വരും. 360 ഡിഗ്രി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കറങ്ങി മൊത്തം 360യെക്കാട്ടിലും കൂടുതലായി പിന്നെ ഒരു റൊട്ടേഷൻ കൂടി വന്നു. അതാണ് മൊത്തത്തിലുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 2π ആണ് അല്ലേ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഒരു റെവല്യൂഷൻ ഈസ് 2π. 1 divided by 2π ചെയ്താൽ മതി. 1 revolution is 2π. ഓക്കെ,
1 revolution is 2 pi. അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്പർ ഓഫ് റെവല്യൂഷൻ ഇപ്പത്തോട്ട് എഴുതാം. ഇതിൻ്റെ ആയിട്ട് ഓവർലാപ്പ് ആവുന്നതാണ്. നമ്പർ ഓഫ് റെവല്യൂഷൻ is equal to 565.02 divided by 2 pi. കാരണം ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 2 pi ആണ്. അപ്പോൾ 565.02 ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 565.02 ഡിവൈഡ് ബൈ 2 pi ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് വരും. അപ്പോൾ എത്ര വരും? വാല്യൂ എത്ര വന്നു? വാല്യൂ എത്ര വരും? 565.77.02 divided by 2 pi. 565 divided by 2 pi. എത്ര വരും? 3.14 എടുത്താൽ മതി പൈ. Sir, 89.97. 89.97 നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് 89.97. ഇതാണ് ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സൊല്യൂഷൻ നമ്പർ ഓഫ് റെവല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ആംഗുലാർ ഡീസിലേഷൻ, അത് നമ്മൾ കണ്ടുപിടിച്ചു, ആൽഫ കണ്ടുപിടിച്ചു. ദെൻ ഓൾസോ ഫൈൻഡ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആംഗുലാർ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇത് എത്രത്തോളം മേക്ക് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് ഈ ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസ്. കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. റോൾ നമ്പറും പേരും ഇടുക കേട്ടോ. ഒറ്റ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളൂ, അത് വ്യക്തമായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല. കുറേ പ്രോബ്ലംസ് ചെയ്ത് ഒന്നും മനസ്സിലാകാതെ ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കും മറ്റുള്ള ഇതിനെക്കാട്ടിലൊക്കെ. പക്ഷെ നിങ്ങളത് പ്രോപ്പറായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്തെ പ്രോബ്ലംസ് തന്നെയാണ് വരുന്നത് യൂസിങ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇതിനകത്ത് റൊട്ടേഷൻ മോഷനാണ്, നമ്മൾ നേരത്തെ ചെയ്തത് ലീനിയർ മോഷനാണ്. ഓക്കെ, താങ്ക് യു. ഇത് ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഒറ്റയടിക്ക് മനസ്സിലാവണമെന്നില്ല. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ വേറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മനസ്സിലായാൽ മാത്രമേ മറ്റുള്ള പ്രോബ്ലംസ്, പുതിയ പ്രോബ്ലംസ് നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് പല കുട്ടികളും ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. Okay, thank you.